സ്വർണ്ണക്കള്ളക്കേസിലെ പത്മകുമാറിനെതിരെ ഒടുവിൽ CPM നടപടിക്കൊരുങ്ങുകയാണ്. പ്രതിപട്ടികയിലുള്ള പത്മകുമാറിനെതിരെ നടപടി ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്തലുകളാണുള്ളത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നു എന്നും കുറ്റസമ്മതം പറയുന്നു. നേതൃമാറ്റം വേണമെന്ന മുറവിളിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ഈ നടപടി വൈകിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു ഘടകമായി എന്നുള്ള കാര്യം MV ഗോവിന്ദൻ തന്നെ വിശദീകരിച്ചതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ? അശ്വതി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഈ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച ചേരും. തിങ്കളാഴ്ച പത്മകുമാറിന്റെ നടപടി കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനോട് പാർട്ടി തപാൽ മുഖേന വിശദീകരണം തേടിയിരുന്നു. അതിലൊരു ദൂതൻ വഴിയാണ് പത്മകുമാർ തന്റെ ഭാഗം അവതരിപ്പിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് കുറ്റപത്രം വരട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി നീങ്ങിയതും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ അത് വിമർശന വിധേയമാവുകയും ചെയ്ത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചു. ഒടുവിൽ അത് തുറന്ന് പറയേണ്ടിയും വന്നു പാർട്ടി സെക്രട്ടറിക്ക്. മാത്രവുമല്ല, അതിനുശേഷം പത്മകുമാറിനെ ചൊല്ലിയുള്ള ചർച്ച വളരെ സജീവമാണ് CPIM-ൽ. അതുകൊണ്ട് തിങ്കളാഴ്ച ചേർന്ന് ജില്ലാ കമ്മിറ്റി അതിലൊരു തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. മാത്രവുമല്ല, ഇന്ന് ചേർന്ന തിരുവനന്തപുരത്തെ CPIM ജില്ലാ കമ്മിറ്റി യോഗം അതിരൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ മാറണം എന്നതടക്കമുള്ള ചർച്ച നടത്തിയത് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനിടെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, വെള്ളാപ്പള്ളിയെ തിരുത്താത്തത് സംബന്ധിച്ച്, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് സംബന്ധിച്ചും. സ്മൃതി, ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.